കടുക്, ജീരകം ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ആ മസാലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം മട്ടൻ്റെ പീസ് അതിനകത്തോട്ട് ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2 കപ്പ് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം 20 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം. അടുത്തതായിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഓൾറെഡി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പാത്രത്തിലേക്ക് നെയ്യ് ഒഴിക്കാം. അതിനുശേഷം പട്ട, ബേ ലീവ്സ് എല്ലാം ചേർത്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നെയ്യ് ഇട്ടതിന് ശേഷം 20 മിനിറ്റ് വേവിക്കുക. ഇവിടെ ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ അരി വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മട്ടൺ ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവോള, കിസ്മിസ്, കാഷ്യൂ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. റൈസ് വേവിച്ച് സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത്. അതിനായിട്ട് ഏറ്റവും ആദ്യം തന്നെ ഞാനിവിടെ മട്ടൺ സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റൈസ്, മല്ലിയില, സവോള വറുത്തത്, കിസ്മിസ്, നട്ട്സ്, ആവശ്യത്തിന് നെയ്യ്. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് മട്ടൺ സ്പ്രെഡ് ചെയ്യുക, റൈസ് ആഡ് ചെയ്യുക, മല്ലിയില, സവോള വറുത്തത്, കിസ്മിസ്, നട്ട്സ് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ദം ചെയ്യാനായിട്ട് ഒരു പരന്ന പാത്രം എടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി സിമ്മിലിട്ടിട്ട് 20 മിനിറ്റ് വേവിക്കുക. കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വിളമ്പാനുള്ള സാലഡ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള മട്ടൺ ബിരിയാണിയാണ്. അതിൻ്റെ കൂടെ എഗ്ഗ്, പപ്പടം, സാലഡ് ഇതെല്ലാം, പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഡേറ്റ്സ് പിക്കിൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.